എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിയിലെ ഒരു വലിയ സംഘടനയാണ് മർച്ചൻ്റ് അസോസിയേഷൻ. എന്നെ സംബന്ധിച്ചിടത്തോളം മർച്ചൻ്റ് അസോസിയേഷനോട് വല്ലാത്തൊരു വൈകാരികമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ പിതാവ് ആകെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളതും അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളതുമായിട്ടുള്ള ഏക സംഘടന മർച്ചൻ്റ് അസോസിയേഷനാണ്. അതുകൊണ്ട് തന്നെ ഈ മർച്ചൻ്റ് അസോസിയേഷനിലെ ഭാരവാഹികളുമായിട്ടും ചാലക്കുടിയിലെ ഭാരവാഹികളായിട്ടൊക്കെ വളരെ അഭേദ്യമായിട്ടുള്ള ബന്ധം. പലപ്പോഴും മർച്ചൻ്റ് അസോസിയേഷൻ വെല്ലുവിളികൾക്കിടയിൽ നിൽക്കുമ്പോൾ ഞാൻ അവരെ സഹായിക്കാനായിട്ട് കടന്നു വന്നിട്ടുണ്ട്. ഞാനേ ഉണ്ടായിരുന്നിട്ടുള്ളൂ. പലപ്പോഴും ഈ ചാലക്കുടിയിലെ മർച്ചൻ്റ് അസോസിയേഷൻ അംഗത്തുള്ള മാധ്യമപ്രവർത്തകർ വരെ ഉയർന്നു നിൽക്കുന്ന തട്ടിനോട് ചേർന്ന് നിന്നപ്പോഴും ഞാൻ മർച്ചൻ്റ് അസോസിയേഷൻ വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിൽ പോലും മർച്ചൻ്റ് അസോസിയേഷൻ ഒപ്പം നിന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചാലക്കുടി പെരുന്നാൾ വരുമ്പോഴും ടൗൺ അമ്പ് വരുമ്പോഴും ഒക്കെ തന്നെ മർച്ചൻ്റ് അസോസിയേഷനിലെ ഭാരവാഹികളുമായിട്ടും അവരുടെ ആഘോഷ സന്തോഷ സുന്ദര നിമിഷങ്ങളിലൊക്കെ തന്നെ പങ്കുകാരനാവാനൊക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരുടെയും ഒരു ഫേവറായിട്ട് നിൽക്കാൻ പോകാറില്ല. അതിപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഏതിൻ്റെ ആയിരുന്നാലും ഏത് വ്യക്തികളുടെ ആയിരുന്നാലും ഞാൻ ഒരാളുടെയും ഫേവറായിട്ട് നിൽക്കാനോ ഫേവറായിട്ട് വാർത്തകൾ ചെയ്യാനോ പോകാറില്ല. അങ്ങനെ നിന്നിരുന്നെങ്കിൽ പല ഗുണങ്ങളും നമുക്ക് കിട്ടിയാണ്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ചാലക്കുടി മർച്ചൻ്റ് അസോസിയേഷൻ്റെ, അതായത് മർച്ചൻ്റ് അസോസിയേഷനും മർച്ചൻ്റ് യൂത്ത് വിങ്ങും ആ നോട്ടീസിലുണ്ടായിരുന്നതാണ്. സംയുക്ത വാർഷിക പൊതുയോഗം മെയ് 21 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് മർച്ചൻസിൻ്റെ തന്നെ ജൂബിലി ഹാളിൽ നടക്കുന്നു എന്നൊരു വിവരം ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് ശ്രീ ജോയ് മുത്തേടൻ്റെ അധ്യക്ഷതയിൽ, പ്രസിഡന്റ് ജോയ് മുത്തേടൻ്റെ അധ്യക്ഷതയിൽ മെയ് 21 വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് മർച്ചൻ്റ് ജൂബിലി ഹാളിൽ വെച്ച് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ വി അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യുന്നു. ജില്ലാ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ശ്രീ NR വിനോദ് കുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. യോഗത്തിലേക്ക് താങ്കൾ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേരണമെന്ന് സ്നേഹപൂർവ്വം താല്പര്യപ്പെടുന്നു. പ്രസിഡന്റ് ജോയ് മുത്തേടൻ, ബിനു മഞ്ഞൾ ജനറൽ സെക്രട്ടറി, മർച്ചൻ്റ് യൂത്ത് വിങ്ങിന് വേണ്ടി ലിൻഡോ തോമസ് പ്രസിഡന്റ്, ബിനു TB ജനറൽ സെക്രട്ടറി. പിന്നെ കാര്യപരിപാടികൾ, അജണ്ട, പ്രാർത്ഥന, അനുശോചനം, സ്വാഗതം, അധ്യക്ഷ പ്രസംഗം ശ്രീ ജോയ് മുത്തേടൻ, ഉദ്ഘാടനം ശ്രീ കെ വി അബ്ദുൽ ഹമീദ്, മുഖ്യാതിഥി ശ്രീ NR വിനോദ് കുമാർ. മർച്ചൻ്റ് അസോസിയേഷൻ്റെ 2025-26 വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരണം. 5 മർച്ചൻ്റ് അസോസിയേഷൻ 2025-26 വർഷത്തെ വാർഷിക കണക്ക് അവതരണം. ഓഡിറ്റ് റിപ്പോർട്ട് മർച്ചൻ്റ് യൂത്ത് വിങ്ങിൻ്റെ 2025-26 വർഷത്തെ വാർഷിക റിപ്പോർട്ട് അവതരണം. മർച്ചൻ്റ് യൂത്ത് വിങ്ങിൻ്റെ വാർഷിക കണക്ക് അവതരണം. ആശംസകൾ ശ്രീമതി ഷൈന ജോർജ്, ശ്രീ പ്രതീഷ് പോൾ, ശ്രീ ഫ്രാൻസിസ് PV, ശ്രീ ശശിധരൻ PP, ശ്രീ C വിനോദ്, ശ്രീ കിരൺ ഷൺമുഖൻ, ശ്രീമതി സിന്ധു ബാബു. ചർച്ച 11 അധ്യക്ഷൻ അനുവദിക്കുന്ന മറ്റു കാര്യങ്ങൾ. 12 നന്ദി ലിൻഡോ തോമസ്. പിന്നെ അതിൻ്റെ അടിയിൽ 25-26 വർഷത്തെ കണക്കുകൾ 6/5/2026 മുതൽ 14/5/2026 വരെ വ്യാപാരഭവൻ ഓഫീസിൽ വന്ന് നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. പൊതുയോഗത്തിലേക്കുള്ള കണക്ക് സംബന്ധിച്ചോ റിപ്പോർട്ട് സംബന്ധിച്ചുള്ള പരാതികളും ആക്ഷേപങ്ങളും 16/5/2026 വൈകിട്ട് 5 മണിക്ക് മുൻപ് രേഖ മൂലം വ്യാപാരഭവൻ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടതാണ്. യോഗാനന്തരം സ്നേഹവിരുന്നുണ്ടായിരിക്കും. സാധാരണ ഇതുപോലൊരു നോട്ടീസൊന്നും നമ്മളെ ക്ഷണിക്കാറുണ്ട്, മാധ്യമപ്രവർത്തകരെ പോകാറുണ്ട്. ഇത്തവണ പോകാൻ സാധിച്ചില്ല. എൻ്റെ വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് എനിക്ക് മർച്ചൻ്റ് അസോസിയേഷൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. പക്ഷേ ഇതിൽ ഇപ്പോൾ വല്ലാതെ രീതിയിൽ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഉള്ളിലൊരു ചില പുകയിലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുകയേണ്ട ആവശ്യമില്ല, കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ആർക്കും പറയാനായിട്ട് നാവ് പൊന്തുന്നില്ല. അത് ഞാൻ പണ്ട് ആരോ പറഞ്ഞൊരു വാക്ക് വെക്കാണ്, ഉയരാൻ മടിക്കുന്ന കൈകളും പറയാനായിട്ട് പൊങ്ങാത്ത നാവുകളും അടിമത്തത്തിൻ്റേതാണ് എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം ഞാൻ പറയാണ്. നമ്മൾ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സംഘടനയ്ക്കകത്തുള്ള വിഷയങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കണം. ആ തുറന്ന് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ കൈകളെയും നാവിനെയും എന്താണോ ബന്ധിച്ചിരിക്കുന്നത് അത് അടിമത്തമാണ്. അത് ആ സംഘടനയെ തന്നെ തകർക്കും. മർച്ചൻസ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചാലക്കുടി പട്ടണത്തിലെ ആളുകൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന ഒരു സംഘടനയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന ജോയ് മുത്തേടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. മർച്ചൻ്റ് അസോസിയേഷൻ്റെ വിവിധ ഭാരവാഹികളുടെ പരിപാടികൾ ഞാൻ സഹകരിക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ മാർട്ടിൻ ചേട്ടൻ ഉള്ള സമയത്ത് അതിൽ പെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയുള്ള വിവിധ കാര്യങ്ങൾ സംഘടിക്കാറുണ്ട്. പിന്നീട് അതിനുശേഷം പാറേക്കാണ്ട ചേട്ടൻ വന്നു. പിന്നീട് അതിനുശേഷം ജോയേട്ടൻ വന്നു. ജോബി മേലെടുത്ത് പ്രസിഡൻ്റായിരുന്നു. മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളായിട്ട് എനിക്ക് വളരെ ഭേദമായ ബന്ധമാണ്. പക്ഷേ ഇപ്പോൾ വന്നിട്ടുള്ള സംഭവം ഈ പൊതുസമ്മേളനത്തിൽ സാധാരണ ഇതിൻ്റെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് ഉള്ള അറിവ്, എന്നെ തിരുത്താൻ ശ്രമിക്കുന്നത് തിരുത്തണം, എൻ്റെ അറിവ് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ഈ 2000-ഓളം വരുന്ന ചാലക്കുടിയിലെ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് നോട്ടീസ് അച്ചടിച്ചിരിക്കും. നോട്ടീസിൽ ഈ പറഞ്ഞ അജണ്ടകളാണ് വയ്ക്കുക. ഈ പറഞ്ഞ അജണ്ടകൾ വയ്ക്കും. അതിനുശേഷം പൊതുസമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം ഉണ്ടാവും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം, അതായത് 2000-ഓളം വരുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ ഏത് കച്ചവടക്കാരനും ഈ തെരഞ്ഞെടുപ്പിൽ ഭാരവാഹിയായിട്ട് മത്സരിക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവും. അതിന് പത്രിക സ്വീകരിക്കുന്ന സമയം, പത്രിക തള്ളുന്ന സമയം, അതുപോലെ തന്നെ പ്രചരണത്തിന് ഒരു ദിവസം കിട്ടും. പിന്നെ തെരഞ്ഞെടുപ്പ്, അതിനുശേഷം ഭാരവാഹികളെ പ്രഖ്യാപിക്കൽ. ഇതാണ് 2012 മുതൽ ഇവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിപാടി. 2012 മുന്നായിട്ട് നടന്ന തെരഞ്ഞെടുപ്പിൽ വലിയ ഇലക്ഷൻ പ്രൊസീജിയർ വരെ കോടതിയിൽ നിന്ന് വരെ ഇത് വാങ്ങിച്ചിട്ടാണ്, കോടതിയിൽ നിന്ന് വരെ ഉത്തരവൊക്കെ വാങ്ങിച്ചിട്ടാണ് ഇലക്ഷൻ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 2012 ശേഷം ഈ ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ബൈലോയിൽ പറയുന്ന വേറെ കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ ഈ പൊതുസമ്മേളനം കൂടുന്ന ആ ജനറൽ ബോഡിയിൽ നിന്ന് എക്സിക്യൂട്ടീവിനെ കണ്ടെത്താൻ സാധിക്കും. 15 എക്സിക്യൂട്ടീവിനെ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളത് ബൈലോയിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ബൈലോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 2012 മുതൽ സ്വീകരിച്ച് വരുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്ന സംഭവമാണ്. പക്ഷേ ഈ പൊതുസമ്മേളനം കഴിഞ്ഞ് ഈ പൊതുസമ്മേളനത്തിൽ ചെറിയ ഒരു അപാകത വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും കറുത്ത ഉള്ളിലേക്ക് വിട്ടും പലതരം പോസ്റ്ററുകൾ വിട്ടും ഒക്കെ തന്നെ
ഒരു പ്രതിഷേധത്തിൻ്റെ സ്വരം മർച്ചൻ്റ് അസോസിയേഷനുള്ളിൽ നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അവസാനമായി കഴിഞ്ഞപ്പോൾ എല്ലാവരും സ്നേഹവിരുന്ന്, മനോഹരമായിട്ടുള്ള രുചിയേറും ബിരിയാണി, മർച്ചൻ്റ് അസോസിയേഷനിലെ പരിപാടികളൊക്കെ സ്നേഹവിരുന്ന് വളരെ ഇതായിരിക്കും. ആ ഭക്ഷണം വളരെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് എല്ലാവരും പോയ സമയത്താണ് ഒരു 10-25 പേരാണ് മുകളിലെ ഹാളിൽ ഉണ്ടായിരുന്നത്. ആ ഹാളിൽ ഉണ്ടായിരുന്ന സമയത്താണ് ജില്ലാ പ്രസിഡന്റ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന സംഭവം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഭാരവാഹികളെ 15 എക്സിക്യൂട്ടീവിനെ കണ്ടെത്താണ്. ആ എക്സിക്യൂട്ടീവിനെ കണ്ടെത്തുന്ന ആ പ്രഖ്യാപിക്കുന്ന ആളുകൾ തന്നെ മുകളിൽ ഇല്ല. ഇത് വലിയ രീതിയിൽ മർച്ചൻ്റ് അസോസിയേഷനിൽ ഇപ്പോൾ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മർച്ചൻ്റ് അസോസിയേഷനിൽ ജനാധിപത്യപരമായ വിരുദ്ധത നടന്നിരിക്കുന്നു. അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് ഇതിൻ്റെ ഭാരവാഹികൾ. എനിക്ക് ഏറെ അടുപ്പമുള്ള ഭാരവാഹികളാണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, നിലവിൽ പ്രവർത്തിക്കുന്നു. ഇപ്പോൾ ജോബി മേലടുത്ത് അടക്കമുള്ളവർ, ജോയേട്ടൻ അടക്കമുള്ളവർ, റൈസൻ ചേട്ടൻ, ബിനു ചേട്ടൻ, മറ്റേ വെളിയത്തിൻ്റെ പോട്ടങ്ങൾ ചേട്ടൻ, ഇവരൊക്കെ എന്നും കാണുന്ന ആളുകളാണ് ഇതിലെ ഭാരവാഹികൾ. എന്നും കാണുകയും വളരെ അടുപ്പമുള്ള പോയി. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ജനാധിപത്യപരമായ രീതിയിലാണ് ഈ സംഘടനയുടെ പ്രവർത്തനം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഘടന എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾക്ക് തണലായിട്ട് നിൽക്കുന്ന, ഒരുപാട് സാധാരണക്കാരായ ആളുകൾക്ക് തണലായിട്ട് നിൽക്കുന്ന നിരവധി ശാഖകളുള്ള ഒരു വലിയ മരമാണ്. ആ മരത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ പൊത്തുകൾ രൂപപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ചാലക്കുടിയിലെ ഒരാളും ഇഷ്ടപ്പെടുന്നില്ല. ചാലക്കുടിയിൽ ഇപ്പോൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 15 കമ്മിറ്റിയിലെ ആളുകളെ പറ്റി യാതൊരുവിധ ആക്ഷേപങ്ങളും ഇല്ല. അവർ തിരഞ്ഞെടുത്തതിനെ പറ്റിയല്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രീതി, അതായത് അജണ്ടയിൽ ഇങ്ങനെ ഒരു സംഭവം നോട്ടീസിൽ വെച്ചിട്ടില്ല, സാധാരണ വെക്കാറില്ല. ഇനി അഥവാ വെക്കണമെന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുപ്പ് വെക്കണമെന്നുണ്ടെങ്കിൽ സ്വാഗത പ്രസംഗം പറയുമ്പോഴോ അധ്യക്ഷ പ്രസംഗം പറയുമ്പോഴോ ഈ സംഗതികൾ വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറഞ്ഞിട്ടില്ല. അത് പറയാണ്ട് ആരുമില്ലാത്ത സമയത്ത്, ആരുമില്ലാതെ 10-25 പേരുണ്ട്. 10-25 പേരുള്ളപ്പോൾ കണ്ടെത്തേണ്ടതാണോ മർച്ചൻ്റ് അസോസിയേഷനിലെ, ചാലക്കുടിയിലെ മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഒരു ഭാരവാഹികളെ? ഇനി വേറെ ചോദ്യങ്ങൾ കടുത്ത രീതിയിൽ എന്നോട് പ്രതികരിക്കുന്നുണ്ടോ? എടാ ചക്ക, നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി, കച്ചവടക്കാരുടെ കാര്യം നോക്കിക്കോളാം എന്ന് പറയുന്ന ആൾക്കാരും ഇതിൻ്റെ അകത്തുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞില്ലേ, ചില രാഷ്ട്രീയ സംഘടനകളെ നമ്മൾ വിമർശിക്കുമ്പോൾ അവർ കാലുവെട്ടാനും കൈവെട്ടാനൊക്കെ വരും, ഫോൺ വിളിച്ച്. മനസ്സിലായോ? അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ട്. പൊതുവെ കോൺഗ്രസിനും BJP-യൊക്കെ വിമർശിക്കുമ്പോൾ അത്ര വലിയ രൂക്ഷമായ സംഭവങ്ങൾ ഉണ്ടാവില്ല. കാര്യം കസാര മനുഷ്യനും നാലപ്പൻ എന്നൊക്കെ പറയുമ്പോഴും അവരെ വിമർശിക്കുമ്പോൾ ആ ഒരു സ്പിരിറ്റിലായിരിക്കും എടുക്കുക. ആരും വെട്ടാനും കുത്താനും വന്നില്ല. പക്ഷേ ചില ആൾക്കാരുണ്ട്, അവരെ പറയാൻ പാടില്ല. അവർ വന്നു കഴിഞ്ഞാൽ കാലുവെട്ടാനും കൈവെട്ടാനൊക്കെ വരും. എന്ന് പറഞ്ഞ പോലെ ചില കച്ചവടക്കാർക്ക് തോന്നുന്നത്, നീ ആരുടെ ചക്ക, ഈ ഒരു ഫോണും തൂക്കി വന്നിട്ട് നീ ഞങ്ങളുടെ കച്ചവടക്കാരൻ വെക്കട്ടേക്കാണ് നീ കയറാൻ തന്നെ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. എൻ്റെ ചിന്ത അതല്ല. എനിക്ക് മർച്ചൻ്റ് അസോസിയേഷനിലെ ഈ പ്രവർത്തനങ്ങൾ എന്നും നിലനിൽക്കുന്ന ആഗ്രഹമുള്ള വ്യക്തിയാണ്. അതിലൊരുപാട് കഴിവുള്ള ആളുകളാണ്. ചാലക്കുടി പട്ടണത്തിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ ശേഷിയുള്ള ആളുകളാണ്. ചാലക്കുടിയിലെ വികസനത്തിൻ്റെ ദിശയ്ക്ക്, അതുപോലെ തന്നെ ചാലക്കുടിയിലെ കൾച്ചറിന്, ചാലക്കുടിയിലെ എല്ലാ മണ്ഡലങ്ങൾക്കും ഒരു ദിശാബോധം നൽകുന്നവരാണ് ചാലക്കുടിയിലെ മർച്ചൻ്റ് അസോസിയേഷൻ. അത് വലിയ ശക്തിയോടുകൂടി തന്നെ നിലകൊള്ളണം. അതിൻ്റെ ഉള്ളിൽ വരുന്ന വലുതും ചെറുതുമായ പുഴുക്കുത്തുകളെയൊന്നും അതിന് അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് ഞാൻ. സംഘടനയ്ക്കകത്ത് പ്രശ്നങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. കൈ ഒടിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒടിഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒടിഞ്ഞ ഭാഗത്ത് വീണ്ടും ഒടിയില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോഴത്തെ മർച്ചൻ്റ് അസോസിയേഷനിലെ പ്രശ്നങ്ങൾ. ജനാധിപത്യ വിരുദ്ധത നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്താൻ ഇപ്പോഴത്തെ ഭാരവാഹികൾ ശ്രമിക്കണം. ജനാധിപത്യ വിരുദ്ധത അല്ലെങ്കിൽ ജനാധിപത്യ ധ്വംസനം അല്ലെങ്കിൽ ജനാധിപത്യപരമല്ലാത്ത സംഭവങ്ങൾ അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഇതൊക്കെ ചിലപ്പോൾ എല്ലാവരും വല്ല കോടതി പോയി ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷയം പരിഹരിക്കപ്പെടേണ്ടതാണ്. പോസ്റ്ററുകളും സാധനങ്ങളും നല്ല ഇറക്കിയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു ഗട്സ് വേണം. അല്ലാണ്ട് അവിടെ ഇവിടെയും കിഴക്കത്തൂല്ല, പടിഞ്ഞാട്ടുമില്ല, ഒഴുക്കത്തൂല്ല, മുകളിലേക്കില്ല എന്ന് പറഞ്ഞ പോലെ സംഗതികൾ ഇട്ടിട്ട് കാര്യമില്ല. ഇത് ചാലക്കുടിക്കാരുടെ സംഘടനയാണ്. അത് നശിക്കാതിരിക്കാൻ ചാലക്കുടിക്കാർ തന്നെ ഇടപെടണം എന്ന് മാത്രമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും പുതിയതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. പുകയിലുകൾ എല്ലാം തന്നെ ശാന്തമാകട്ടെ, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടട്ടെ, സ്മൂത്തായിട്ട് ചാലക്കുടി പുഴ പോലെ ഒഴുകട്ടെ മർച്ചൻ്റ് അസോസിയേഷൻ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.